നിസ്കാരത്തിലുടനീളം സുന്നത്തുള്ള കാര്യങ്ങൾ. നേരത്തെ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് സുന്നത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നിസ്കാരത്തിലുടനീളം സുന്നത്തുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഹൃദയം കൊണ്ട് ഖുശൂ ഉണ്ടായിരിക്കുക. നിസ്കാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. പരമാവധി ഖുശൂഓടുകൂടെ നിസ്കരിക്കുക എന്നത്. നല്ല ഭയഭക്തിയോടെ ആയിരിക്കണം. ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം. നിസ്കരിക്കുന്ന സമയത്ത് ശരീരത്തിൽ നേരത്തെ തറച്ചിരുന്ന അമ്പ് വലിച്ചെടുത്തിട്ട് അത് അറിഞ്ഞില്ല. നിങ്ങൾ എന്ത് നിസ്കാരം കഴിഞ്ഞിട്ട് എന്തേ നിങ്ങൾ വലിച്ചെടുക്കാത്തത് എന്ന് ചോദിച്ചു. നമ്മളൊക്കെ ഒരു ഉറുമ്പ് മുന്നിലൂടെ പോയാൽ വരെ അറിയും നമ്മുടെ നിസ്കാരത്തിന്റെ ഖുശൂ അതാണ്. അപ്പൊ ഖുശൂ ഉണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് വുളു എടുക്കുന്നത് മുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വുളു എടുക്കുമ്പോൾ പൂർണ്ണമായ വുളു എടുക്കുക. അവയവങ്ങളൊക്കെ പൂർണ്ണമായും കഴുകി ശേഷമുള്ള പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ച് ആ വുളു സമ്പൂർണ്ണമാകുമ്പോൾ തന്നെ നിസ്കാരത്തിന് ഖുശൂ കൈവരും എന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ചിന്തകളിൽ നിന്നും തിരക്കുകളിൽ നിന്നൊക്കെ മാറി മനസ്സിനെ ശാന്തമാക്കിയിട്ടായിരിക്കണം നിസ്കരിക്കാൻ നിൽക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക. ഒന്ന്, ഹൃദയം കൊണ്ട് ഖുശൂ വേണം. രണ്ട്, ജവാരി, അവന്റെ അവയവങ്ങൾ കൊണ്ട് ഖുശൂ വേണം. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്. നിസ്കാരത്തിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലിയാൽ പിന്നെ തുടങ്ങും അങ്ങനെ ചൊറിയാൻ തുടങ്ങും. കൈകൊണി അവയവങ്ങളൊക്കെ അടങ്ങിയിരിക്കണമെന്നാണ്. അടക്കണം. അതാണ് പട്ടാളച്ചിട്ടയോടുകൂടെ. പട്ടാളക്കാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു അനങ്ങൂലല്ലോ അവര്, അല്ലേ? അവരിങ്ങനെ നിൽക്കുക ചെയ്യാം പ്രതിമയെ പോലെ. വേണ്ട സമയത്ത് മാത്രമേ അനക്കുള്ളൂ. സല്യൂട്ട് ചെയ്യേണ്ട സമയത്ത് മാത്രം. അതുപോലെയാണ് ഇത്. നിസ്കാരത്തിലേക്ക് കയറിയാൽ പലപ്പോഴും പിന്നെ തൊപ്പി അല്ലെ തലയിലിട്ടതിന് പിന്നെ ഇങ്ങനെ കുറെ പാൻറ് ഇങ്ങനെ എടുത്തിട്ട് തുണി എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഖുശൂഇനെതിരാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചവരാണ്. എങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ? അവരുടെ നിസ്കാരത്തിൽ അവർ ഭയഭക്തിയുള്ളവരാണ് എന്ന്. അപ്പോൾ ഭയഭക്തിയോടുകൂടെ നിസ്കരിക്കുന്ന നിസ്കാരം നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ പരമാവധി ആ ഒരു ഭയഭക്തിയിലായിരിക്കണം നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അതിന് സഹായകമാകുന്ന കാര്യം തന്നെയാണ് രണ്ടാമത് പറയുന്നു, തദബ്ബുർ ഖിറാഅത്തിൻ വദിക്രി. നിസ്കാരത്തിൽ മറ്റു ചിന്തകൾ കടന്നു വരാതിരിക്കാൻ നിസ്കാരത്തിലെ വിശുദ്ധ ഖുർആന്റെ പാരായണം, നിസ്കാരത്തിലെ ദിക്ർ, അതിന്റെ അർത്ഥം ചിന്തിക്കുക. ഇത് സുന്നത്താണ്. നിസ്കാരത്തിലുടനീളം നിസ്കാരത്തിലുള്ള എല്ലാ ദിക്റിന്റെയും നിസ്കാരത്തിലുള്ള നാം പാരായണം ചെയ്യുന്ന ഖുർആൻ ഏതാണ് അതിന്റെയൊക്കെ ആശയങ്ങളൊക്കെ പഠിക്കണം. അപ്പൊ അതൊക്കെ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ അത് മദ്രസയിൽ നിന്നോ മറ്റൊക്കെ പഠിച്ചതായിരിക്കും. ആ ഒഴുക്കിൽ ഇങ്ങനെ പോവല്ല, വീണ്ടും വീണ്ടും പഠിക്കണം. നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കർമ്മമാണല്ലോ. അപ്പൊ അതിനെ എത്രമാത്രം നന്നാക്കാൻ കഴിയുന്നോ അത്രയും നന്നാക്കാനുള്ള ശ്രമം നമ്മിൽ നിന്നൊക്കെ ഉണ്ടാവണം. ഒരു കാലം കഴിഞ്ഞ പിന്നെ പഠിച്ചാൽ പഠിയൂല എന്നും അല്ലെങ്കിൽ പഠിക്കാൻ പാടില്ല എന്നൊക്കെ ചില ആളുകൾ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുക. അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളൊക്കെ പഠിച്ച കാലം എത്രയാണ് നിങ്ങൾ ആലോചിച്ചത്? 50-50 വർഷം ആയ സമയത്താണ് പല സ്വഹാബികളും വരുന്നത്. ഒരു ദിവസം അവർ മദീനത്തെ പള്ളിയിൽ വന്ന് പഠിക്കും. രണ്ടാമത്തെ ദിവസം നബി തങ്ങളോട് പറഞ്ഞു, നബി ഞങ്ങൾ ജോലിക്ക് പോകാനുണ്ട്. മൂന്നാമത്തെ ദിവസം അവർക്ക് ലീവായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത്. ആ പഠനത്തിന് സമയമില്ല. തൊട്ടിൽ മുതൽ കട്ടിൽ വരെ നമ്മൾ പഠിക്കാനുള്ളതാണ്. അപ്പൊ പഠിക്കണം. ഇന്നിപ്പോ അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ വജ്ജഹത്ത് മുതലുള്ള ആ ദിക്റുകൾ, അതിന്റെ അർത്ഥങ്ങൾ, ഇതൊക്കെ പഠിക്കണം. അപ്പൊ ആ ഒരു ആശയം നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ആശയം ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ മറ്റു ചിന്തകളിൽ നിന്ന് അത് വലിയ ഒരു കാവൽ നമുക്ക് നൽകും. മറ്റു ചിന്തകൾ വരാതെ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ സഹായകമാണ്. 3, ഇദാമത്തു ഇത്റാഖിഹി വനദ്രിഹി ഇലാ മൗദിഇ സുജൂദിഹി. സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നിസ്കാരം കഴിയുന്നത് വരെ നോക്കണം. ഏത് നിസ്കാരമാണെങ്കിലും, മയ്യിത്ത് നിസ്കാരത്തിൽ വരെ, കഅബയുടെ അടുക്കലാണെങ്കിൽ വരെ, മയ്യിത്ത് നിസ്കാരത്തിന് അപ്പോൾ നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് അതിൽ നിന്ന് തന്നെ കിട്ടും. മയ്യിത്ത് നിസ്കാരത്തിന് എല്ലാവരും പറയും അടുത്ത് നിൽക്കി എന്ന് പറയും. കാരണം സുജൂദില്ലല്ലോ. സുജൂദില്ലെങ്കിലും സുജൂദിന്റെ ഡിസ്റ്റൻസ് വിട്ട് നിൽക്കണം എന്നാണ്. അതാണ് സുന്നത്ത്. പിന്നെ ഒരുപാട് ആളുകളുണ്ട് സ്ഥലമില്ല എങ്കിൽ അങ്ങനെ നിൽക്കാം. അടുത്ത് നിൽക്കുന്നത് തെറ്റൊന്നുമല്ല, നിസ്കാരം സ്വഹീഹാവാതിരിക്കൊന്നുമില്ല. പക്ഷേ നിസ്കാരത്തിന് നിൽക്കേണ്ടത് സാധാരണ സ്വത്ത് പോലെ തന്നെയാണ്. അപ്പൊ നോക്കേണ്ടത് സുജൂദ് ഇല്ലെങ്കിലും സുജൂദിന്റെ സ്ഥാനത്തേക്കാണ്.
സുജൂദ് ഉണ്ടാവില്ല, പക്ഷെ സുജൂദിന്റെ സ്ഥാനത്ത്. ഇനി ഒരാൾ കഅബയുടെ അടുക്കൽ നിന്നാണ് നിസ്കരിക്കുന്നത്, കഅബ അങ്ങനെ മുന്നിൽ കാണുന്നുണ്ട്, എന്നാലും അവിടേക്കല്ല നോക്കേണ്ടത് എവിടേക്കാണ്? സുജൂദിന്റെ സ്ഥാനത്ത്. ഇത് നിസ്കാരത്തിലൂടെ നീളം സുന്നത്താണ്. അവസാനത്തെ സമയം നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കൈ ഉയർത്തുന്ന ആ സമയം മുതൽ പിന്നെ സലാം കിട്ടുന്നവരെ ഈ വിരലിലേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ സുന്നത്ത് ഈ വിരലിലേക്ക് നോക്കണം. അപ്പൊ ഈ 3 കാര്യം നിസ്കാരത്തിലുടനീളം സുന്നത്തുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞു കേട്ടത് അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതിൽ സവാബ് നമ്മിൽ നമ്മൾ മറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ദുആ കൊണ്ട് കടപ്പെട്ട പലരും മറഞ്ഞ് മണ്ണിലുണ്ട്. അവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. അവരെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. റഹീമായ റബ്ബേ, അവരെ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ് ആഫിയത്തോടെ നീ നൽകണേ അല്ലാഹ്. മരിക്കുമ്പോൾ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, അടച്ച തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ അഫ്വ് ചെയ്യണേ അല്ലാഹ്. നിസ്ബ് ജമാഅത്തിലെത്തിയവർക്ക് ഖൈറ് നൽകണേ അല്ലാഹ്. ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരെ വിഷമങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് സങ്കടങ്ങളുള്ളവരുണ്ട് അല്ലാഹുവേ, പരിഹാരം നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നല്ല ഇസ്സത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ദില്ലത്തിലാക്കല്ലേ അല്ലാഹ്. അടച്ച റബ്ബേ, ഇന്ന് ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം ഞങ്ങളുടെ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. നല്ല റാഹത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമാക്കണേ അല്ലാഹ്. ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാനും തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനുമുള്ള നല്ല ഈമാനിക കരുത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസ്സലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.